ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ സി ഡി മുള്ളൻ വാഴയിലയിൽ ഒന്ന് പൊള്ളിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ മീനിന് സി ഡി മുള്ളൻ എന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല. പൊള്ളിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ 3 മീൻ എടുത്തിട്ടുണ്ട്. മീനിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം മീനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല പുരട്ടി വെക്കണം. 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മീനിലെല്ലാം നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറോളായി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ വെച്ച് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മീൻ അധികം മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു സൈഡ് 5 മിനിറ്റോളം വെച്ച് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പം മീനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിന് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മീൻ വറുത്ത അതേ എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം മീഡിയം സൈസ് 2 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 20 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തു. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മീനിന് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു വാഴയില എടുക്കാം. ഇതിപ്പോൾ വാഴയില വാട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ വാഴയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അതൊന്ന് ഇങ്ങനെ നിരത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ മസാലയുടെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും മീനിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല കൂടെ വെച്ച് ഇങ്ങനെ നിരത്തി കൊടുക്കണം. ഇനി മീന് നമ്മൾ ഈ വാഴയില കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ്.
ശേഷം ഇതൊന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വാഴയുടെ നാര് തന്നെയാണ് കെട്ടാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ 3 മീൻ നമ്മളിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തു. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇനി ഏകദേശം ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം പൊള്ളിച്ചെടുക്കാനായിട്ട്. ഓരോ സൈഡും നമ്മൾ 6-7 മിനിറ്റ് വെക്കണം. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ 3 മീൻ നമ്മൾ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.